അള്ളാഹുവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ആരാണോ തന്റെ തീരുമാനങ്ങളെ ക്രമപ്പെടുത്തുന്നത് ആ വ്യക്തിയാണ് ഖലീൽ. ഉദാഹരണമാണ് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. റസൂലുള്ള രണ്ടും ആയിരുന്നു. റസൂലുള്ള ഹബീബുമാണ്, അള്ളാഹു തന്റെ തീരുമാനാക്കുന്ന ആളുമാണ്. റസായേ ഖുദാ റസായേ മുഹമ്മദ്. എന്താണോ അള്ളാഹുവിന്റെ തൃപ്തി അത് തന്നെയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും തൃപ്തി. എന്താണോ മുഹമ്മദ് നബിയുടെ തൃപ്തി അത് തന്നെയാണ് അള്ളാഹുവിന്റെയും തൃപ്തി. ഖുദാനെ ലഗായേ ജന്നത്ത് ഔർ ന സജായേ മുഹമ്മദ്, ഖുദാനെ ലഗായേ ജഹന്നം ഔർ ന ബുജായേ മുഹമ്മദ്. അള്ളാഹു സ്വർഗമുണ്ടാക്കിയപ്പോ മുഹമ്മദ് നബി അതിൽ കൊണ്ടുവന്ന ആളുകളെ പാർപ്പിച്ചു. അള്ളാഹു നരകമുണ്ടാക്കിയപ്പോൾ മുഹമ്മദ് റസൂൽ അതിനെ ഊതിക്കെടുത്തി. ഇങ്ങനെ അള്ളാഹു തമ്പുരാന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു നൽകിയതാണ് നിസ്കാരം. ആ 50 വഖത്ത് പിന്നീട് 5 വഖത്താക്കി ചുരുക്കപ്പെടുകയായിരുന്നു. മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ സ്നേഹ സമ്മാനം നോക്കൂ നിങ്ങൾ. നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് ഭൂമിയിൽ വെച്ചാണ്. എല്ലാ കർമ്മങ്ങളും അല്ലാഹു തആല വഹയ് മുഖേന ജിബ്രീൽ അലൈഹിസ്സലാം മുഖേനയാണ് നിർബന്ധമാക്കിയത്. എങ്കിൽ നിസ്കാരം എന്ന നമ്മുടെ ഈ കർമ്മമുണ്ടല്ലോ, ആകാശലോകത്തിന്റെ പവിത്രമായ റബ്ബിന്റെ സാന്നിധ്യത്തിൽ വെച്ച് രാജാതിരാജനും സർവാധിനാഥനുമായ അല്ലാഹു തമ്പുരാന്റെ പവിത്രമായ സാന്നിധ്യത്തിൽ വെച്ച് അവിടുന്നാണ് അല്ലാഹു തആല ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂതാ. നിശ്ചയമായിട്ടും നിസ്കാരം സമയബന്ധിതമായ നിർബന്ധ കർമ്മമായിട്ട് മാറിയത്. അതുകൊണ്ട് തന്നെ ഹബീബായ റസൂലുള്ള പറഞ്ഞു, എന്റെ ആനന്ദം നിസ്കാരത്തിലാണ്. ഖുർറത്തു ഐനി ഹുബ്ബിബ ഇലയ്യ ത്വീബു വന്നിസാ. എനിക്ക് സുഗന്ധം നല്ല ഇഷ്ടമാണ്, എനിക്ക് ഭാര്യമാരോടുള്ള സമ്പർക്കം നല്ല ഇഷ്ടമാണ്. പക്ഷേ ജീവിതത്തിലെ എൻ്റെ ആനന്ദം എന്ന് പറയുന്നത് വഖുർറത്തു ഐനി ഫിസ്സലാഹ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ലോകത്ത് പ്രവാചകർക്ക് ഏറ്റവും കൂടുതൽ എതിർപ്പുകൾ നേരിടേണ്ടി വന്നത് ഈ നിസ്കാരത്തിന്റെ പേരിലായിരുന്നുവല്ലോ. ഹബീബായ റസൂലുള്ളയല്ലേ കഅബ ശരീഫിന്റെ അടുക്കൽ നിസ്കരിക്കാൻ കിടക്കുമ്പോ റസൂലുള്ളാഹി പവിത്രമായ ആ തല, അവിടുത്തെ ആ നെറ്റിത്തടം ഭൂമിയോട് ചേർന്ന് കിടക്കുമ്പോഴല്ലേ ഉഖബത്ത് ബിൻ അബീ മുഅയ്ത് എന്ന വൃത്തികെട്ടവൻ വന്നുകൊണ്ട് എന്നോ അറുത്തിട്ട് പോയ ഒട്ടകത്തിന്റെ കുടൽമാല ചാർത്തിയത് അവിടുന്ന് നിസ്കരിക്കുമ്പോഴായിരുന്നു. ഫാത്തിമ ബീവിയുടെ ഉമ്മ മരിച്ചുപോയ ഫാത്തിമ ബീവിയുടെ പ്രിയപ്പെട്ട ഉപ്പയെ കാണാതെ ഒരുപാട് അന്വേഷിച്ച് നടന്നു. എവിടെയാണ് എന്റെ ഉപ്പ? അവസാനം കാണുന്നു ശത്രുക്കളുടെ ഇടയിൽ, പൊട്ടിച്ചിരിക്കുന്ന ആനന്ദിക്കുന്ന ശത്രുക്കളുടെ ഇടയിൽ വളരെ വേദനയോടെ തന്റെ പ്രിയപ്പെട്ട ഉപ്പ കിടക്കുകയാണ്. ഫാത്തിമ ബീവി അടുത്തു പോയിരുന്നു. അവിടുത്തെ മൃദുലമായ കൈകൾ കൊണ്ട് സുജൂദിൽ കിടക്കുന്ന റസൂലുള്ളാന്റെ പ്രിയപ്പെട്ട ഉപ്പയുടെ ആ പിരടിയിൽ നിന്ന് ആ ചീഞ്ഞളിഞ്ഞ കുടൽമാല അങ്ങ് പുറത്തേക്ക് വലിച്ചെറിയുമ്പോഴല്ലേ അല്ലാഹുവിന്റെ റസൂൽ കരയുന്ന ഫാത്തിമ ബീവിയുടെ കണ്ണീർ തുടച്ചു കൊടുത്തുകൊണ്ട്, മോളെ കരയണ്ട മോളെ, നാളെ സ്വർഗത്തിന്റെ താക്കോല് കൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നതാ സ്വർഗം, നിന്റെ ഉപ്പയായ ഞാനാണടി മോളെ എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. നിസ്കാരത്തിലായിരുന്നു. അന്നീ നരസ്നേഹി നമസ്കരിച്ചു കിടന്ന പോതി തിരുവങ്കഴുത്തിൽ ഒരൊട്ടകത്തിൻ കുടൽമാല ചാർത്തിപ്പാനെ ലഭിച്ചുള്ളൂ നമുക്കു ഭാഗ്യം. വള്ളത്തോളിന്റെ വരികളാ. അബൂജഹൽ പറഞ്ഞു, ഇനിയെങ്ങാനും മുഹമ്മദ് നിസ്കരിക്കുന്നത് കണ്ടാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവന്റെ പിരടിയും തലയും ഞാൻ ചവിട്ടും, അവനെ ഞാൻ ചവിട്ടി അങ്ങ് കൊല്ലും. റസൂലുള്ള കഅബയിലേക്ക് വരുന്നത് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ശത്രുക്കൾ. അബൂജഹൽ ചവിട്ടാൻ വേണ്ടി ചൊല്ലുന്നു. നിസ്കരിക്കാൻ പാടില്ല, കാരണം അത് അത്ഭുതകരമായ ഒരാരാധനയാണ്. അതവന് സഹിക്കുന്നില്ല, അവന്റെ കണ്ണുകൾക്കത് സഹിക്കുന്നില്ല. അതുകൊണ്ട് അവൻ ചവിട്ടാൻ ചൊല്ലുമ്പോൾ പെട്ടെന്ന് ഷോക്കേറ്റതുപോലെ അവൻ പിന്നോട്ട് തന്നെ നടക്കുന്നു.
ആളുകൾ ചോദിച്ചു, എന്താ കാര്യം? അവൻ പറഞ്ഞു, ഞാനെങ്ങാനും മുഹമ്മദിൻ്റെ അടുക്കൽ ചെന്നിരുന്നെങ്കിൽ നിസ്കരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ചുറ്റുഭാഗത്തും മുഹമ്മദുർ റസൂലിൻ്റെ ചുറ്റുഭാഗത്തും വലിയ ഒരു തീ കൊണ്ടുള്ള ഒരു വലയം ഞാൻ കണ്ടു. അതിൻ്റെ ഓരോ നാളങ്ങളും എന്നെ ഇങ്ങനെ പിടിക്കാൻ വരുന്നത് പോലെ എനിക്ക് തോന്നി. അല്ലാഹ് പറഞ്ഞു, നബിയേ, ലാ തുതിഉഹു, നിങ്ങൾ അവന്റെ വാക്കുകൾ കേൾക്കല്ലേ, അവനെ നിങ്ങൾ അനുസരിക്കല്ലേ. വസ്ജുദ് വഖ്തരിബ്, നിങ്ങൾ സുജൂദ് ചെയ്തോളൂ, നിങ്ങളുടെ സംരക്ഷകരായിട്ട് ഞാനുണ്ട്. അവൻ വിളിക്കുന്നവരെ വിളിക്കട്ടെ. അല്ലാഹ് പറഞ്ഞു, അവൻ വലിയ ആളാണല്ലോ, അവൻ വിളിക്കുന്നവരെ വിളിക്കട്ടെ. സനദഉ സബാനിയ, അങ്ങനെ അവനെങ്ങാനും വിളിച്ചിട്ട് അവൻ്റെ ആളുകളേറ്റ് വന്നാൽ അവനെ തകർത്ത് തരിപ്പണമാക്കാൻ ഞാൻ സബാനിയാക്കളായ മൽക്കളെ വിളിക്കും. നോക്കൂ നിങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ നിസ്കാരമുണ്ടല്ലോ, അത് നമ്മുടെ സംസ്കാരമായി മാറുമ്പോഴാണ് നമ്മൾ വിജയികളാകുന്നത്. ഇമാദുദ്ദീൻ, നിസ്കാരം ദീനിന്റെ തൂണാണ് എന്ന് പറഞ്ഞ, നിസ്കാരം സ്വർഗത്തിന്റെ താക്കോലാണെന്ന് പറഞ്ഞ, നിസ്കാരം വിശ്വാസിയുടെയും അവിശ്വാസികളുടെയും ഇടയിൽ വിഭജിക്കുന്ന കാര്യമാണെന്ന് പറഞ്ഞ ആ നിസ്കാരം നമ്മൾ നിലനിർത്തണേ. അത് ചെയ്യാത്തതിനാലാണ് മുഅ്മിനീങ്ങളെ ഈ സമൂഹത്തിൽ അപജയങ്ങളും കുറ്റകൃത്യങ്ങളും വേണ്ടാവൃത്തികളും ധാരാളമായിട്ട് വരുന്നത്. അത് സംസ്കാരമായിട്ട് മാറിയാൽ, അത് രീതിയായിട്ട് മാറിയാൽ, ഉത്ലുമാ ഊഹിയ ഇലൈക മിനൽ കിതാബ്, നബിയേ, അങ്ങ് ഖുർആനിലുള്ള നിയമങ്ങൾ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണം. വഅഖിമിസ്സലാ, നിങ്ങൾ നിസ്കാരം നിലനിർത്തണം. അതിന്റെ പ്രത്യേകത എന്താണ്? ഇന്നസ്സലാത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. കാരണം ഈ നിസ്കാരം എല്ലാ മ്ലേച്ഛമായതിനെ തൊട്ടും എല്ലാ വൃത്തികെട്ട സംഗതികളെ തൊട്ടും മനുഷ്യനെ തടയും. സ്നേഹമുള്ളവരെ, നോക്കൂ നിങ്ങൾ, നമ്മുടെ ഇടയിൽ, നമ്മുടെ കുടുംബങ്ങൾക്കിടയിൽ, നമ്മുടെ സ്കൂളുകളിൽ, നമ്മുടെ പരിസരങ്ങളിൽ, എല്ലായിടങ്ങളിലും തെറ്റുകളും കുറ്റകൃത്യങ്ങളും വർദ്ധിക്കുന്നു. ആരാണതിൽ പങ്കാളികൾ? നമ്മളുടെ മക്കള്, നമ്മളുടെ സന്താനങ്ങൾ, വളർന്നു വരുന്ന പുതിയ തലമുറ. അത് വേറെ ഏതെങ്കിലും നാട്ടിലുള്ളവരാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തുള്ളവരാണ് എന്ന് പറഞ്ഞ് നമുക്കവരെ മാറ്റി നിർത്തുവാൻ കഴിയില്ല. കാരണം അവർ നമ്മുടെ മക്കളാണ്, നമ്മുടെ സഹോദരന്റെ മക്കളാണ്, നമ്മുടെ അയൽവാസിയുടെ മക്കളാണ്. എന്തുകൊണ്ടാണ് അവരിൽ നിന്ന് ഈ അപജയം സംഭവിക്കുന്നത്? ഞാൻ പറയട്ടെ, അവരുടെ കുടുംബങ്ങളിൽ നിസ്കാരമുണ്ടാകുന്നില്ല, അവര് നിസ്കരിക്കുന്നില്ല. ഞാൻ പറയട്ടെ, നമ്മൾ എത്ര ആളുകൾ ഉറപ്പ് വരുത്തിയിട്ടുണ്ട് എന്റെ മകൻ നിസ്കരിക്കുന്നവനാണെന്ന്, എന്റെ മകൾ നിസ്കരിക്കുന്നവരാണെന്ന് ഉറപ്പ് വരുത്തിയിട്ടുണ്ടോ? നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മൾ അവരെ സ്കൂളിലേക്ക് പറഞ്ഞു വിടും, നമ്മൾ കരുതും അവർ നിസ്കരിക്കുന്നുണ്ട്. ചില ആളുകൾ അത് കരുതൂല്ല. നിസ്കാരം സ്കൂളുകളിൽ സൗകര്യപ്പെടുത്തിയിട്ട് പോലും ഉണ്ടാവില്ല. ചില സ്കൂളുകളിൽ നമുക്കത് യാതൊരു വിഷയമല്ല. അവർ SSLC പഠിക്കുന്നു, +2 പഠിക്കുന്നു, അവർ ഡിഗ്രി ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു, സ്കൂളുകളിൽ പോകുന്നു. നമ്മുടെ അഭിമാനമായിട്ട് എപ്പോഴും മക്കളുണ്ടാവും. പക്ഷേ നമ്മളവർ സ്കൂളുകളുടെ സമയത്തുള്ള ളുഹർ നിസ്കാരം നിർവഹിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കില്ല. പ്രഭാത സമയത്ത് സുബഹി നിസ്കാരത്തിന് വേണ്ടി നമ്മൾ അവരെ തട്ടി ഉണർത്താറില്ല. ജുമുഅക്ക് പോലും. കഴിഞ്ഞ വെള്ളിയാഴ്ച ആലുവയിൽ വന്നിട്ട് കുറച്ച് ചെറുപ്പക്കാരെന്നോട് പരാതി പറഞ്ഞത്, നമ്മളുടെ പള്ളിയിൽ നിന്ന് 1 കിലോമീറ്ററിനുള്ളിലുള്ള ഒരു ക്രിസ്ത്യൻ സ്കൂള് ജുമുഅയുള്ള ദിവസം 2:15 ഉച്ചയുടെ ബെല്ലടിക്കുന്നത് എന്നുള്ളതാണ്. ആർക്കും അത് വിഷയമല്ല. ഇത് പറയേണ്ടതാരാ? രക്ഷിതാക്കളാണ്. പക്ഷേ കുട്ടികളുടെ നിസ്കാര കാര്യത്തിലോ മറ്റോ ഒരു വിഷയവുമല്ലാത്ത രക്ഷിതാക്കൾ അങ്ങനെ മക്കളെ പഠിപ്പിക്കുകയും വളർത്തുകയും ചെയ്യുമ്പോ, വെള്ളിയാഴ്ചകളിൽ ജുമുഅക്ക് പോലും പോകാത്ത സന്താനങ്ങളായി നമ്മുടെ മക്കൾ വളർന്നു വരുമ്പോ പിന്നെ എങ്ങനെയാണ് അവരിൽ നിന്ന് നമ്മൾ നന്മ പ്രതീക്ഷിക്കുക? പിന്നെ എങ്ങനെയാണ് അവർ മദ്യപാനികളാവാതെ നമുക്ക് സംരക്ഷിക്കുവാൻ കഴിയുക? പിന്നെ എങ്ങനെയാണ് ഒരു ഹറാം കണ്ടാൽ അതിൽ നിന്ന് എന്റെ മകൻ വിട്ടുനിന്നുകൊള്ളുമെന്ന് നമ്മൾ ഉറപ്പിക്കുക? അത് നമ്മൾ ചെയ്യണമെങ്കിൽ നാം സ്വയവും നമ്മുടെ മക്കളെ കൊണ്ടും, പ്രിയപ്പെട്ടവരെ, നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ
ശ്രദ്ധയുള്ളവരാകണം. ഇന്നസ്സലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. അത് തടയും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തേ കാരണം? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു മനുഷ്യൻ്റെ നിസ്കാരം എന്നതിൻ്റെ ഭംഗി ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഉദാഹരണം, രാവിലെ നമ്മൾ എഴുന്നേൽക്കുകയാണ് പ്രഭാത നിസ്കാരത്തിന് വേണ്ടി, സുബഹി നിസ്കാരത്തിന് വേണ്ടി നമ്മൾ എഴുന്നേൽക്കുകയാണ്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതും ഒരു പ്രധാനപ്പെട്ട സംഗതി തന്നെയാണ്. അല്ലാഹു തആല പ്രഭാതത്തെയും പ്രദോഷത്തെയും നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്ന മലക്കുകളുടെ വിഭാഗങ്ങൾ അസ്റിന്റെ സമയത്തും സുബ്ഹിയുടെ സമയത്തും പരസ്പരം സന്ധിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്റിന്റെ സമയത്ത് അവർ ഒരു വിഭാഗം ഇറങ്ങുകയും മറ്റൊരു വിഭാഗം ഇവർ വന്ന ശേഷം തിരിച്ചു പോവുകയും ചെയ്യും. സുബ്ഹിയുടെ സമയത്തും അപ്രകാരം തന്നെ. നേരത്തെ വന്നവർ തിരിച്ചു പോവുകയും നേരത്തെ പോയവർ തിരിച്ചു വരികയും ചെയ്യും. അള്ളാഹുവിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ അള്ളാഹു ചോദിക്കുന്നതാണ്, കൈഫ തറക്തും ഇബാദി, എങ്ങനെയാണ് എൻ്റെ അടിമകളെ നിങ്ങൾ ഉപേക്ഷിച്ചത്? അള്ളാഹുവിനോടാ മലക്കുകൾ പറയുന്നത്, അതൈനാഹും വഹും യുസല്ലൂ, അവർ നിസ്കരിക്കുന്നവരാകുന്ന സമയത്താണ് ഞങ്ങൾ അവരിലേക്ക് ചെല്ലുന്നത്. അവർ നിസ്കരിക്കുമ്പോൾ തന്നെയാണ് ഞങ്ങൾ അവരിൽ നിന്ന് പോരുന്നതുമെന്ന് മലക്കുകൾ നമ്മെക്കുറിച്ച് അള്ളാഹുവിനോട് അഭിമാനം പറയുമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, രാവിലെ നമ്മൾ എഴുന്നേൽക്കുകയാണ്, സുബ്ഹിന്റെ സമയത്ത് നമ്മൾ എഴുന്നേൽക്കുകയാണ്. ലോകം മുഴുവൻ ഉണർന്നിട്ടില്ല, മനുഷ്യർ കിടന്നുറങ്ങുന്നുണ്ട്. നമ്മൾ വിശ്വാസികൾ ലോകത്തുള്ള ജീവജാലങ്ങൾക്കൊപ്പം നമ്മളും ഉണർന്നുകൊണ്ട് നമ്മൾ വൃത്തിയാവുകയാണ്. അത്തുഹൂറു ശത്രുൽ ഈമാൻ. ഒതു ചെയ്യുകയാണ് നമ്മൾ ഉണരുന്നതിന്റെ ലക്ഷ്യം നിസ്കരിക്കലാണ്. നമ്മൾ പല്ല് തേക്കുന്നതിന്റെ ലക്ഷ്യം നിസ്കരിക്കലാണ്. നമ്മൾ വുളൂ ചെയ്യുന്നതിന്റെ ലക്ഷ്യം നിസ്കരിക്കലാണ്. ആ ഒരൊറ്റ വുളൂ നോക്കൂ നിങ്ങൾ, അത്തുഹൂറു ശത്രുൽ ഈമാൻ. ഞാൻ അതിന്റെ ചെറിയ ചെറിയ ഭാഗങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. അതിന്റെ ഓരോ ദുആകൾ, അതിന്റെ ഓരോ മഹത്വങ്ങൾ, വുളൂഇന്റെ ഓരോ പ്രത്യേകതകളും അതിന് അല്ലാഹു നൽകുന്ന കൂലിയും. അത്തുഹൂറു മിഫ്താഹുൽ ജന്നത്താഹുസ് സ്വലാ, നിസ്കാരത്തിന്റെ താക്കോൽ. പ്രിയപ്പെട്ടവരെ, നമ്മൾ അതുകൊണ്ട് തുറക്കുകയാണ്. എന്നിട്ട് നമ്മൾ വരികയാണ്. ഞാൻ മാത്രമല്ലല്ലോ, എൻ്റെ ഭാര്യ, എൻ്റെ ഉമ്മ, എൻ്റെ ഉപ്പ, എൻ്റെ കുടുംബം എല്ലാവരും ഉണർന്നിരിക്കുകയാണ്. എൻ്റെ അയൽവാസികൾ ഉണർന്നിരിക്കുകയാണ്. എൻ്റെ നാട്ടുകാർ ഉണർന്നിരിക്കുകയാണ്. എല്ലാവരും ഉണർന്നിരിക്കുകയാണ്. അവരെല്ലാവരും ഖിബ്ലയിലേക്ക് മുന്നിടുകയാണ്. വെളുത്തിട്ടില്ല, സൂര്യൻ ഉദിച്ചിട്ടില്ലല്ലോ. എന്നാലും ഇതാ അല്ലാഹുവിലേക്ക് മുന്നിട്ട് കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ട് അല്ലാഹു അക്ബർ, അല്ലാഹു തമ്പുരാൻ ഏറ്റവും വലിയവനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. യഹ്യയിലൊക്കെ അതിൻ്റെ തന്നെ ഒരുപാട് മഹത്വങ്ങൾ ഗസാലി ഇമാം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ, അല്ലാഹുവേ നീയാണ് ഏറ്റവും വലിയവനല്ലാ. ഞാനിതാ നിന്റെ നിസ്സാരമായ ഒരടിമ എന്നോട് എങ്ങോട്ട് തിരിയണമെന്ന് പറഞ്ഞപ്പോ ഞാനിതാ പടിഞ്ഞാട്ട് തിരിഞ്ഞിരിക്കുന്നു. എന്നോട് ഏത് രീതിയിൽ കൈപൊക്കണമെന്ന് പറഞ്ഞപ്പോ ഞാനിതാ അങ്ങനെ കൈപൊക്കിയിരിക്കുന്നു റബ്ബേ. അങ്ങനെ ചെയ്യാണ്. എന്നിട്ടവൻ പറയുന്നത് എന്താ? വജ്ജഹ്തു വജ്ഹിയ ലില്ലദി ഫതറസ് സമാവാതി വൽ അർള് ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രികീൻ. ഞാൻ മുശ്രിക്കീങ്ങളിൽ പെട്ടയാളല്ല. ഇന്ന സ്വലാത്തി, അല്ലാഹുവേ എൻ്റെ നിസ്കാരം, വനുസുക്കി, അല്ലാഹുവേ എൻ്റെ ആരാധന, വമഹയായ വമമാതി, അല്ലാഹുവേ എൻ്റെ ജീവിതവും എൻ്റെ മരണവും ലില്ലാഹി റബ്ബിൽ ആലമീൻ, അത് പടച്ചോനുള്ളതാണ്. ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടയാളാണ്. ഇത് നേരത്തെ രാവിലെ പറഞ്ഞ ഒരാൾ പിന്നെ എങ്ങനെയാ കള്ളം പറയാ?
പിന്നെ എങ്ങനെയാണ് അവൻ സിനിമ കാണുന്നത്? പിന്നെ അവൾക്ക് എങ്ങനെയാണ് സീരിയൽ കാണാൻ കഴിയുന്നത്? പിന്നെ എങ്ങനെയാണ് ടിവികളിൽ വരുന്ന ദൃശ്യമാധ്യമങ്ങളിൽ വരുന്ന കോമഡി പരിപാടികൾക്ക് മുന്നിൽ അവർ കുത്തിയിരിക്കുന്നത്? പിന്നെ എങ്ങനെയാണ് അവർ കുഴപ്പമുണ്ടാക്കുന്നത്, കള്ളക്കച്ചവടം നടത്തുന്നത്, ഹറാമ് തിന്നുന്നത്? കാരണം ഇവൻ പറഞ്ഞിട്ടില്ലേ, വഅന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ടവനാണ്. ഇങ്ങനെ പ്രതിജ്ഞ എടുത്തിട്ടോ പിന്നെ ഫാത്തിഹ ഓതാണ്. അതിൻ്റെ മഹത്വമൊന്നും ഞാൻ പറയേണ്ടതില്ലല്ലോ. ഫാത്തിഹ ഉമ്മുൽ കിതാബ്, ഖുർആനിലെ ഏറ്റവും വലിയ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന അധ്യായം ഫാത്തിഹത്തുൽ കിതാബ് ഓതുകയാണ്. സൂറത്ത് ഓതുകയാണ്, റുകൂഇലേക്ക് പോവുകയാണ്, അല്ലാഹുവിനെ വാഴ്ത്തുകയാണ്. അല്ലേ, അല്ലാഹനെ വാഴ്ത്തുക. സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദിഹി ഫസബ്ബിഹ് ഇസ്മ റബ്ബികൽ അദീം ഫസബ്ബിഹ് ബിസ്മി റബ്ബികൽ അദീം എന്ന് അല്ലാഹു തആല ഖുർആനിൽ അവതരിപ്പിച്ചപ്പോ ഇജ്അലൂഹാ ഫീ റുകൂഇകും, അത് നിങ്ങൾ നിങ്ങളുടെ റുകൂഇൽ ചൊല്ലുകയും സബ്ബിഹ് ഇസ്മ റബ്ബികൽ അഅലാ എന്നുള്ള ആയത്ത് അവതരിച്ചപ്പോൾ അത് നിങ്ങൾ സുജൂദിൽ ചെയ്യുക ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതൊക്കെ ഇങ്ങനെ ചൊല്ലുകയാണ്. അവിടെയൊക്കെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ പടച്ചവൻ അല്ലാഹു തമ്പുരാൻ, റഹ്മാനായ നാഥൻ. അല്ലേ, ഇടയിൽ ചെറിയ ഒരു ഇരുത്തായിരിക്കും. 7 ദുആകളല്ലേ പറയുന്നത്? റബ്ബിഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. 7 ദുആകൾ. കാരുണ്യം ചൊരിയണേ, അനുഗ്രഹം ചൊരിയണേ, റിസ്ക് ചൊരിയണേ. ഇങ്ങനെ 7 ദുആകൾ. അല്ലാഹുവിനോട് വിട്ടുവീഴ്ച ചെയ്യാൻ ചെറിയ ഒരിരുത്തം അതിന്റെ നിബന്ധനയായിട്ട് തന്നെ അത് കൂടുതൽ ദീർഘിപ്പിക്കരുതെന്നും നന്നായി ചുരുക്കരുതെന്നും പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. അത്രയും ചെറിയ ഒരിരുത്തം ഇരിക്കുമ്പോഴേ 7 ദുആകൾ അല്ലാഹുവിനോട് നടത്തുകയാണ്. അത് കഴിഞ്ഞാൽ സുജൂദ് വീണ്ടും. പിന്നെ എഴുന്നേറ്റ് ഇതേപോലെ തശഹ്ഹുദ് ചൊല്ലിക്കൊണ്ട് സലാം വീട്ടിക്കൊണ്ട് നമ്മൾ അവസാനിക്കുമ്പോ, മലക്കുകളോട് സലാം പറയുമ്പോ വലതുഭാഗത്തുള്ള സലാം പറയപ്പെടേണ്ട എല്ലാവരോടും നമ്മൾ സലാം പറയുമ്പോ ഇടതുഭാഗത്തുള്ളവരോട് സലാം പറഞ്ഞ് നിസ്കാരത്തിൽ നിന്ന് നമ്മൾ വിരമിക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, അല്ലാഹു തമ്പുരാൻ അസംഖ്യം പാപങ്ങൾ പുറത്തു തരികയാണ്. ഈ നന്മകളാണ് നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുന്നത് എന്ന് ഖുർആൻ. അബുൽ യസ്രി എന്ന സ്വഹാബി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കാരക്കയുമായി വന്ന ഒരു സ്ത്രീയെ ചുംബിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നല്ല ഇഷ്ടമുള്ള സ്വഹാബിയാണ്. പെട്ടെന്നാണ് സങ്കടം തോന്നിയത്. ഞാൻ ചെയ്തത് വലിയ ഒരു അവിവേകമാണല്ലോ അല്ലാ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ചെന്നോ, നീ മറച്ചു വെക്കുക നിന്റെ പാപം, വതുബ് ഇലല്ലാഹ്, എന്നിട്ട് അല്ലാഹുവിനോട് തൗബ ചെയ്യുക. അബുൽ യസ്രിന് സമാധാനമായില്ല. രണ്ടാമതായി ഉമറുൽ ഫാറൂഖിന്റെ അടുക്കൽ ചെന്നു, അദ്ദേഹവും ഈ മറുപടി തന്നെ പറഞ്ഞു. മൂന്നാമതായി സമാധാനമില്ലാത്ത ആ മനുഷ്യൻ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പോയി. നബിയോട് പറഞ്ഞു, നബിയെ, എന്റെ അടുക്കൽ നിന്ന് ഇങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചു. ബദറിൽ പങ്കെടുത്ത സ്വഹാബിയാണ്, എന്തൊരു കഷ്ടമാണ്, ഇങ്ങനെ സംഭവിച്ചു പോയോ? റസൂലുള്ളാഹിക്ക് വലിയ ഒരു ദുഃഖം, പക്ഷേ മൗനമായിട്ടിരുന്നു. അബുൽ യസ്ർ ചിന്തിച്ചു, റബ്ബേ, ഞാൻ നരകാവകാശിയാകുമോ? വഹി ഇറങ്ങി, അഖിമിസ്സലാത വഅഖിമിസ്സലാത തറഫയിൻ നഹാരി വസുലഫൻ മിനൽ ലൈൽ. പകലിന്റെ രണ്ടറ്റങ്ങളിലും രാത്രിയുടെ ആദ്യയാമത്തിലും നിങ്ങൾ നിസ്കരിക്കുക. എന്തുകൊണ്ടെന്നാൽ ആ നിസ്കാരം നിങ്ങൾ അങ്ങ് നിർവഹിക്കലോടുകൂടെ വഇന്നൽ ഹസനാതി യുദ്ഹിബിനസ് സയ്യിആത്, പാപങ്ങളൊക്കെ അല്ലാഹു അങ്ങ് മായ്ച്ചു കളയുന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബികൾ ചോദിച്ചു, നബിയേ, അലിഹാദാ ഖാസ്സ, ഇത് ഇദ്ദേഹത്തിന് മാത്രമുള്ളതാണോ? അം ലിന്നാസി
ആമ്മ. അതോ ഇതെല്ലാവർക്കുമുള്ളതാണോ? അതെ, ഇതെല്ലാവർക്കുമുള്ളതാണ്. ബല്ലിന്നാസി ആമ്മ, ഇതെല്ലാവർക്കുമുള്ളതാണ്. മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് നാം തിരിച്ചറിയേണ്ടത് നിസ്കാരത്തിന്റെ ഓരോന്നിനും അല്ലാഹു തമ്പുരാൻ വലിയ സ്ഥാനവും പവിത്രതയും നൽകിയിട്ടുണ്ട്. അതിലുള്ള ഓരോന്നിനും ഒന്നോർത്തു നോക്കൂ. നമ്മൾ അതിൽ നിർവഹിക്കുന്ന സുജൂദിനെ കുറിച്ചൊന്ന് ഓർത്തു നോക്കൂ. അഖ്റബു മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദുൻ. ഒരു വ്യക്തി അല്ലാഹുവിലേക്ക് ഏറ്റവും അടുക്കുന്നത് സുജൂദ് ചെയ്യുമ്പോഴാണ്. ലോകം മുഴുവൻ സുജൂദ് ചെയ്യുന്നു. വന്നജ്മു വശജറു യസ്ജുദാൻ. വള്ളിച്ചെടികൾ സുജൂദ് ചെയ്യുന്നു, മരങ്ങൾ സുജൂദ് ചെയ്യുന്നു. വലില്ലാഹി യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ്. ആ ഒരു സുജൂദ് നിർണിതമായ സമയത്ത് വുളൂഓടുകൂടെ ഖിബ്ലക്ക് മുന്നിട്ട് നമ്മൾ ചെയ്യാൻ. അത് വർദ്ധിപ്പിക്കാനാണ് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. റബീഅത്ത് ബിൻ കഅബിൽ അസ്ലമി എന്ന ചെറുപ്പക്കാരനായ സ്വഹാബി അള്ളാഹുവിന്റെ ഹബീബിന്റെ മുഴുവൻ സമയവും വല്ലാത്ത സൽക്കർമ്മത്തിലായി അവിടുന്ന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സദാസമയവും നബിയുടെ പിന്നിൽ തന്നെ അവിടുന്ന് മാറുന്നില്ല. രാത്രി, തണുപ്പുള്ള രാത്രി, അള്ളാഹുവിന്റെ റസൂൽ നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുമ്പോ റബീഅത്ത് വെള്ളവുമായിട്ട് വരികയാണ്. വെള്ളം തരുന്ന സ്വഹാബിയോട് സന്തുഷ്ടനായ ഹബീബ് ചോദിക്കുന്നു, മോനെ നിനക്ക് എന്താണ് വേണ്ടത്? എന്നോട് ചോദിക്കൂ. സൽ റബീഅ, റബീഅ നീ ചോദിച്ചു കൊള്ളുക. റബീഅ പറയുകയാണ്, ഞാൻ മിണ്ടിയില്ലൊന്നും. എന്ത് ചോദിക്കണമെന്നറിയില്ല, എന്തു പറയണമെന്നറിയില്ല. ഞാൻ പിറ്റേ ദിവസം പറയാമെന്ന് വിചാരിച്ചു. ഞാൻ ദരിദ്രനാണ്, എനിക്ക് വലിയ തോട്ടങ്ങൾ വേണോ, ഈ തപ്പനത്തോട്ടങ്ങൾ വേണോ, മലഞ്ചെരിവുകൾ നിറഞ്ഞു നിൽക്കുന്ന ആടുകളും ഒട്ടകങ്ങളും എനിക്ക് വേണോ? ഞാൻ ഒന്നും മിണ്ടിയില്ല. പിറ്റേ ദിവസം എന്നോട് വീണ്ടും അവിടുന്ന് ചോദിച്ചു, റബീഅത്തെ നിനക്കിഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക. അവസാനം ഞാൻ കണ്ണീരോടുകൂടെ അവിടുത്തോട് പറയുന്നത്, നബിയേ അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. എനിക്ക് തോട്ടം വേണ്ട നബിയെ, എനിക്ക് മൃഗങ്ങളെ വേണ്ട നബിയെ, എനിക്ക് പണം വേണ്ട നബിയെ, എനിക്ക് വേണ്ടത് മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ അങ്ങയോടുള്ള സഹവാസമാണ്. അവ ഗൈറ ദാലിക യാ റബിയ, നിനക്കതുണ്ടാകും റബിയത്തെ, നീ വേറെ വല്ലതും എന്നോട് ചോദിച്ചു കൊള്ളുക. വേറെ ഒന്നും വേണ്ട നബിയെ, അത് തന്നെ മതി യാ റസൂലല്ലാഹ്. അവിടുന്ന് റസൂലുള്ള പറയുകയാണ്, അത് തന്നെ മതിയെങ്കിൽ ഫഅഇന്നി അലാ നഫ്സിക ബികസറത്തിസ് സുജൂദ്. കുറെ സുജൂദ് ചെയ്ത് ആ കാര്യത്തിൽ എന്നെ നീ സഹായിക്കണം റബീഅത്തെ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉപേക്ഷിക്കാൻ ഒരു വകുപ്പില്ല, ഒഴിവാക്കാൻ വകുപ്പില്ല. ഒഴിവാക്കുന്നത് അപകടമാണ്. യാ അയ്യുഹല്ലദീന ആമനു ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്. നിങ്ങളുടെ ധനം, നിങ്ങളുടെ വീട്, നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ സന്താനങ്ങൾ, ഇതൊന്നും അൻ ദിക്രില്ലാഹ്, നിസ്കാരത്തെ തൊട്ട് നിങ്ങളെ അശ്രദ്ധരാക്കാതിരിക്കട്ടെ. ഒരു സ്ഥലത്ത് ഞാനിങ്ങനെ ചെന്ന സമയത്ത് എനിക്ക് വളരെ പരിചയമുള്ള ഒരു നിസ്കരിക്കുന്ന സാധാരണ നല്ല ഒരു ഈമാനുള്ള ഒരു ചെറുപ്പക്കാരനുണ്ട്. ഇഷാ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അവൻ പറഞ്ഞു, ഞാൻ മഗ്‌രിബ് നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തേ കാര്യം മഗ്‌രിബ് നിസ്കരിക്കാതിരുന്നത് എന്തെന്ന് ചോദിച്ചു. അവൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ ആ സമയത്തെങ്ങാനും കട പൂട്ടിയിട്ടുണ്ടെങ്കിൽ അന്നത്തെ കച്ചവടം മുഴുവൻ വെള്ളത്തിലായി പോകും. മഗ്‌രിബിൻ്റെ സമയത്ത് കുറഞ്ഞ സമയമുള്ളൂ, ആളുകളൊക്കെ പണിയൊക്കെ മാറ്റിയിട്ട് സാധനങ്ങൾ വാങ്ങുന്ന സമയമാണ്. അല്ലാഹുവിന്റെ റസൂൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിശക്തമായ താക്കീത്, നിങ്ങൾ ഒഴിവാക്കരുത്. ഒഴിവാക്കുന്നവന്റെ മരണം അപകടമാണ്. മൻ ഹാഫള അലൈഹാ കാനത് ലഹു നൂറൻ വ ബുർഹാനൻ വ നജാതൻ യൗമൽ ഖിയാമ.
അത് സൂക്ഷിച്ചയാൾ. നിസ്കാരം നിലനിർത്തുക എന്നാ ഖുർആൻ പറഞ്ഞത്, നിസ്കരിക്കുക എന്നല്ല. നിസ്കാരം നിലനിർത്തണം, കഴിയണം അതിന്. ഒരു കല്യാണത്തിന് പോയാൽ എൻ്റെ സഹോദരിമാരെ, വീട്ടിലൊരു സൽക്കാരം സംഘടിപ്പിച്ചാൽ പിന്നെ കുറെ കാലത്തേക്ക് നിസ്കാരമില്ല. ആ ദിവസങ്ങളിൽ നിസ്കാരം തന്നെയില്ല. നിങ്ങൾ അറിയണേ, ആ നിസ്കാരം നമ്മൾ സൂക്ഷിക്കുകയാണ് എങ്കിൽ ഖിയാമത്ത് നാളിൽ നിങ്ങൾക്കത് വെളിച്ചമാകും, നിങ്ങൾക്കത് തെളിവാകും, നിങ്ങൾക്കത് അല്ലാഹുവിന്റെ അടുക്കൽ രക്ഷയാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. അത് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്നുമാവില്ലെന്ന് മാത്രമല്ല, വകാന മഅ ഫിർഔന വഹാമാന വഉബൈ ബിൻ ഖലഫ്. അവൻ ഏറ്റവും വലിയ പടച്ചോന്റെ ശത്രുക്കൾ ഹാമാന്റെ കൂടെ, ഫിർഔന്റെ കൂടെ, ഉബൈ ബിൻ ഖലഫിന്റെ കൂടെ ആയിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഹദീസിൽ കാണാം, നിസ്കരിക്കാത്ത ഒരു മനുഷ്യൻ വസ്ത്രം ധരിക്കുന്ന സമയത്ത് ആ വസ്ത്രം അവനെ ശപിക്കുമെന്നാണ്. ലഅനകല്ലാഹു യാ അദുവല്ലാഹ്, എന്റെ അല്ലാഹുവിന്റെ ശത്രുവേ, നിന്നെ അല്ലാഹു ശപിക്കട്ടെ. എന്നെ എങ്ങാനും നിനക്ക് അല്ലാഹു കീഴ്പ്പെടുത്തി തന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ലഫറർതു മിൻക, ഞാൻ നിന്നിൽ നിന്ന് ഓടിപ്പോകുമായിരുന്നു. അവൻ ഭക്ഷണം കഴിക്കുമ്പോ ആ ഭക്ഷണം അവനെ ശപിക്കുമെന്നാണ്. അവൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ അവന്റെ വീടവനെ ശപിച്ചുകൊണ്ട് പറയുന്നത്, വലാ അആദക ഇലാ അഹ്ലിക സാലിമാ, നിന്റെ കുടുംബത്തിലേക്ക് സുരക്ഷിതനായിട്ട് അല്ലാഹു നിന്നെ മടക്കാതിരിക്കട്ടെ എന്നവന്റെ വീട് അവനോട് പറയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. കുട്ടികളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 7 വയസ്സായാൽ നമ്മൾ കൽപ്പിക്കുന്നവരാണ്. എന്നാലും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ആൺകുട്ടികളാണെങ്കിൽ അവർക്കൊരു തൊപ്പി വാങ്ങിച്ചു കൊടുക്കുക, ഒരു ചെറിയ തുണി വാങ്ങിച്ചു കൊടുക്കുക. ആളുകളുടെ ഇടയിൽ പറയാ, ഇവൻ 7 വയസ്സാവാൻ പോവാണ്, അടുത്ത ദിവസം അവൻ നിസ്കരിക്കാൻ തുടങ്ങുകയാണ്. പെൺകുട്ടികളാണെങ്കിൽ അവർക്കൊരു നിസ്കാര കുപ്പായം തയ്പ്പിച്ചു കൊടുക്കുക. ആ ചെറിയ നിസ്കാര കുപ്പായമിട്ട്, ആ മൊക്കനയുമിട്ട് അവരിങ്ങനെ നിസ്കരിക്കുമ്പോ നിങ്ങൾക്ക് കാണുന്ന ആനന്ദത്തെക്കാൾ വലിയ ഒരാനന്ദം അവരിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാനില്ല. 7 വയസ്സാകുമ്പോ നിസ്കരിക്കാൻ കൽപ്പിക്കുക. 10 വയസ്സാകുമ്പോ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഫദ്രിബൂഹും അലൈഹാ, നിങ്ങൾ അവരെ അടിക്കണം എന്ന് മുഹമ്മദ് മുസ്തഫ. അടി തുടങ്ങണമെന്നതാണ്, പ്രായപരിധി നിശ്ചയിച്ചിട്ടില്ല. അടി തുടങ്ങണം. അതെത്ര പ്രായമാണെങ്കിലും എൻ്റെ ഉപ്പമാരെ, നിങ്ങൾക്ക് ചോദിക്കാൻ കഴിയണം, നീ നിസ്കരിച്ചോടാ എന്ന്. നിസ്കരിക്കാത്ത ആളുകൾക്ക് ഈ ലോകത്ത് ലഭ്യമാകുന്ന 6 വളരെ ശ്രമകരമായ അവലക്ഷണങ്ങൾ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു വിവരിക്കുന്നുണ്ട്. 1, നിസ്കരിക്കാത്ത മനുഷ്യന്റെ ആയുസ്സിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യൂല. അവൻ 90 വയസ്സ് ജീവിച്ചിട്ടുണ്ടാവും, 78 വയസ്സ് ജീവിച്ചിട്ടുണ്ടാകും. പക്ഷേ ആ ജീവിതകാലത്ത് സമ്പാദിച്ചതൊന്നുമില്ല. യാ ലൈതനി, അവൻ നോക്കുന്നു, യൗമ യൻദുറുൽ മർഉ മാ ഖദ്ദമത് യദാ, എന്ത് ചെയ്തു എന്ന് നോക്കുമ്പോ ഒന്നും ഉണ്ടാവില്ല. ആയുസ്സിൽ ബർക്കത്തില്ല. കുറെ കാശുണ്ടായിട്ടുണ്ടാവും, ധനം ഉണ്ടായിട്ടുണ്ടാവും, പക്ഷേ ദുന്യാവിൽ എന്തെങ്കിലും ഉണ്ടായി എന്നല്ലാതെ ആഖിറത്തിന് വേണ്ടി ഒന്നും സമ്പാദിക്കാൻ അവന്റെ പ്രായത്തിൽ കഴിഞ്ഞിട്ടുണ്ടാവില്ല. മുഅ്മിനിന്റെ അടയാളം മായ്ക്കപ്പെടും. മുഅ്മിനിന് ഒരടയാളമുണ്ടല്ലോ. നിസ്കരിക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ചും നല്ല ഒരു മുഖശ്രീയും മുഖപ്രസാദവും ഉണ്ടാകും. അത് മുഅ്മിന്റെ അടയാളമാണ്. അല്ലാഹു തആല ഖുർആനിലൂടെ പറഞ്ഞത്, സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരിസ് സുജൂദ്, നിസ്കരിക്കുന്നവരുടെ അടയാളം സുജൂദിന്റെ അടയാളമാണ് എന്നതാണ്. അതവരുടെ പെരുമാറ്റത്തിലുണ്ടാകും, അതവരുടെ മുഖത്തുണ്ടാകും, അതവരുടെ സംസ്കാരത്തിലുണ്ടാകും, എല്ലായിടത്തും അതുണ്ടാകും. മുഅ്മിനായ ഒരു മനുഷ്യൻ, അവന്റെ അടയാളം നിസ്കരിക്കാത്തവനുണ്ടാവുകയില്ല. 3, അവന്റെ മറ്റു അമലുകൾക്ക് അല്ലാഹു പ്രതിഫലം നൽകില്ല. 4, അവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുകയില്ല. 5, സജ്ജനങ്ങളുടെ ദുആയിൽ അവൻ ഉൾപ്പെടുകയില്ല. 6,
അവന്റെ ഭക്ഷണത്തിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യുകയില്ല. മുഅ്മിനീങ്ങളെ, നിസ്കരിക്കാത്ത ഒരു മനുഷ്യന്റെ കാര്യം വളരെ അപകടമാണ്, അല്ലേ? പൈസയും അതുപോലെ ധനവും കച്ചവടവും ദുന്യാവിന് വേണ്ടിയുള്ള ഓട്ടപ്പാച്ചിലുകളൊന്നും ഇതൊഴിവാക്കാൻ നമുക്ക് കാരണമാവരുത്. സഅലബ എന്ന സ്വഹാബി, അദ്ദേഹം സ്വഹാബിയായിരുന്നു. റസൂലിനോട് പലപ്പോഴും പറഞ്ഞു, നബിയേ, എനിക്ക് വേണ്ടി അങ്ങ് സമ്പത്തിന് വേണ്ടി ദുആ ചെയ്യണം. റസൂലുള്ള പറഞ്ഞു, വേണ്ട സഅലബ, കാശൊന്നും വേണ്ട, അതുണ്ടായാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. വേണ്ട നബിയേ, ദുആ ചെയ്യണം. ഉദുല്ലാഹ അയ്യർസുഖനി മാലൻ, എനിക്ക് ധനമുണ്ടാകാൻ അങ്ങ് അല്ലാഹുവിനോട് ദുആ ചെയ്യണം. നിരന്തരമായി അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞപ്പോ അവസാനം റസൂലുള്ള ദുആ ചെയ്തു, റബ്ബേ, സഅലബക്ക് നീ ധനം കൊടുക്കണമേ അല്ലാ. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മദീനയിലെ മലഞ്ചെരിവുകൾ സഅലബയുടേതായി. ആടുകളും ഒട്ടകങ്ങളും നിറഞ്ഞു. പിന്നെ നിസ്കാരമില്ല, പിന്നെ വെള്ളിയാഴ്ച പോലുമില്ല, പിന്നെ ഒന്നുമില്ല. റസൂലുള്ള പലപ്പോഴും സ്വഹാബികളോട് അന്വേഷിക്കും, എന്താണ് സഅലബയുടെ അവസ്ഥ, നിസ്കരിക്കാൻ വരുന്നില്ലല്ലോ. അയാളിപ്പോ കാശിലങ്ങ് കൂടിയിരിക്കുകയാണ്, ഒട്ടകത്തിലും ആടിൻ്റെയൊക്കെ കാര്യത്തിലാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സക്കാത്ത് പോയി മേടിച്ചു കൊണ്ടുവാ. ഒട്ടകത്തിന് സക്കാത്തുണ്ടല്ലോ, അപ്രകാരം ആടിന് സക്കാത്തുണ്ടല്ലോ, ആ സക്കാത്ത് ഇങ്ങ് മേടിച്ചു കൊണ്ടുവാ. ചെന്ന സ്വഹാബികളോട്, ഇതെന്താ സക്കാത്തോ, അങ്ങനെയൊന്നും ഞാൻ തരൂല്ലല്ലോ എന്ന് പ്രതികരിക്കേണ്ട താമസം. യാ വൈഹ സഅലബ, സഅലബയുടെ നാശമേ എന്ന് പറയുന്ന റസൂലുള്ളാഹിന്റെ മുമ്പില് പരിശുദ്ധ ഖുർആനിലെ ആയത്തിറങ്ങുകയാണ്, സഅലബയെ ശപിച്ചുകൊണ്ട്. വമിൻഹും മൻ ആഹദല്ലാഹ്, അല്ലാഹുവിനോട് മുൻപ് കരാർ ചെയ്ത ആളുകൾ, ലഇൻ അതാനാ മിൻ ഫളിഹി, ഞങ്ങൾക്കെങ്ങാനും അല്ലാഹു ഔദാര്യം ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ സ്വതഖ ചെയ്യുകയും ഞങ്ങൾ നല്ലത് ചെയ്യുന്നവരാവുകയും ചെയ്യും എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പോൾ കണ്ടില്ലേ, ബഖിലു വതവല്ലൂ വഹും മുഅ്രിദൂൻ, ഇപ്പൊ അവർ തിരിഞ്ഞു കളഞ്ഞത് കണ്ടില്ലേ. സ്വഹാബികളായവരുടെ പോലും മാനസികാവസ്ഥയിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നമ്മളവരെ തെറ്റിദ്ധരിക്കാൻ പറയില്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ജീവിതത്തിൽ ഒഴിവാക്കുന്നവരാകരുത്. നിസ്കാരം പരിപൂർണമായി മനഃപൂർവ്വം ഒരാൾ ഒഴിവാക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് അവൻ പരസ്യമായി ധിക്കരിച്ചുകൊണ്ട് പുറത്തുപോയി എന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. ഉസ്താദ് ഇവിടെ പറഞ്ഞുവല്ലോ നേരത്തെ, ആദ്യമായി അവന്റെ പരീക്ഷണങ്ങൾ മുഴുവൻ അവന്റെ നിസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. മരണം സുഖകരമാകുന്നത് നിസ്കരിക്കുന്നവർക്കാണ്, ഇല്ലാത്തവന്റെ മരണം വളരെ പരാജയമായിരിക്കും. അവന്റെ ഖബറിന്റെ ഏകാന്തതയിലേക്ക് അവന്റെ നിസ്കാരം കടന്നു വരികയും ഖബറിൽ നിസ്കാരം അവന് സ്വാന്തനമേകുകയും ചെയ്യുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. നിസ്കരിക്കുന്നവർക്കൊരു പ്രയാസം ഉണ്ടാവില്ല, മനസ്സിന് സമാധാനം ഉണ്ടാവും, മനസ്സിന് ശാന്തി ഉണ്ടാകും. അങ്ങനെയാണ് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിലേക്ക് മുൻനിർത്തി നമ്മൾ ഓരോന്നും ഒരിക്കൽ പോലും പിഴക്കാതെ മരണം വരെ നിസ്കരിക്കുന്ന ആളുകൾക്ക് ഒരു പ്രയാസം ഉണ്ടാവില്ല, ഒരു തിടുക്കം ഉണ്ടാവില്ല എന്ന് ഖുർആൻ. ഒരു തിടുക്കം അവർക്കുണ്ടാവില്ല, ദുന്യാവ് വാരിക്കൂട്ടാനുള്ള അത്യാഗ്രഹം ഉണ്ടാവില്ല. അപ്രകാരം എന്തെങ്കിലും ഒരു സങ്കടം വരുമ്പോഴേക്ക് പ്രയാസം ഉണ്ടാവില്ല, അല്ലേ? ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂവ വഇദാ മസ്സഹു ശർറു ജസൂവ. വളരെ ധൃതിയുള്ളവനായിട്ടാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പ്. ഒരു പ്രയാസം വരുമ്പോഴേക്ക് ആ പ്രയാസത്തിൽ അവൻ ഭയവിഹ്വലനാവുകയാണ്. ഒരു പ്രയാസം വരുമ്പോഴേക്ക് വഇദാ മസ്സഹുൽ ഖൈറു മനൂവ, ഒരു സന്തോഷം വരുമ്പോഴേക്ക്, അല്ലാഹുവിന്റെ ഒരു അനുഗ്രഹം വരുമ്പോഴേക്ക് ഇത് പടച്ചോനെ ഒന്ന് ഓർത്ത് ചെയ്യേണ്ട സംഗതിയല്ല എന്ന് അവനങ്ങ് വിചാരിക്കുകയാണ്. പക്ഷേ ഇല്ലൽ മുസല്ലീൻ അല്ലദീന ഹും അലാ സ്വലാത്തിഹിം ദായിമൂൻ,
നിസ്കാരം പതിവാക്കിയ ആളുകൾ ഒഴികെ. അല്ലാഹു തആല ആ വിഭാഗത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു തമ്പുരാന്റെ റസൂൽ മിഅ്റാജിന്റെ രാവിൽ ഒരു കാഴ്ച കാണുകയാണ്. ഒരു വിഭാഗം ആളുകൾ വലിയ പാറക്കല്ലുകൾ അവരുടെ തലയിലേക്ക് ഇങ്ങനെ ഇടുകയാണ്. യാ ജിബ്രീൽ, ഇതേതാണ് ഈ വിഭാഗം എന്ന് ചോദിക്കുമ്പോ അവിടുന്ന് പറയപ്പെടുകയാണ്, ഹാഉലാഇല്ലദീന, ഈ വിഭാഗം എന്ന് പറയുന്നത് തതസാഖലു റൂസുഹും അനിസ്സലാ, നിസ്കാരത്തെ തൊട്ട് തലഭാരമായവരാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയപ്പെടുകയാണ്. നിസ്കരിക്കാത്ത ആളുകൾക്ക് ഖബറിൽ പ്രത്യേകമായ ശിക്ഷയാണ്. വലിയ പാമ്പുകളെ അല്ലാഹു നൽകുമെന്നാണ്. ഫലാ തസാലു ഫലാ യസാലു ഫിൽ ഖബരി മുഅസ്സബൻ ഇലാ യൗമിൽ ഖിയാമ, അന്ത്യദിനം വരെ ഖബറിന്റെ ഉള്ളിൽ അവൻ നിസ്കരിക്കാത്തവർ ശിക്ഷിക്കപ്പെടുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. നോക്കൂ നിങ്ങൾ, ഒരിക്കൽ റസൂലുള്ളാഹി ദുആ ചെയ്തു, അല്ലാഹുമ്മ ലാ തദഅ ലനാ ശഖിയ്യം വലാ മഹ്റൂമാ, പടച്ചോനെ ഞങ്ങളുടെ കൂട്ടത്തിൽ നീ പരാജിതനെയും അപ്രകാരം നിന്റെ അനുഗ്രഹങ്ങൾ തടയപ്പെട്ടവനെയും നീ ചേർക്കല്ലേ എന്ന് ദുആ ചെയ്തു. എന്നിട്ട് ചോദിച്ചു, സഹാബാ നിങ്ങൾക്കറിയുമോ ആരാണ് ഇപ്രകാരം പരാജിതനും അതുപോലെ അനുഗ്രഹങ്ങൾ തടയപ്പെട്ടയാളും? ഇല്ല നബിയെ, ഞങ്ങൾക്കറിയില്ല. എന്നാൽ നിങ്ങൾ കേട്ടുകൊള്ളുക, താരിഖുസ്സലാ, നിസ്കാരം ഒഴിവാക്കിയവനാണ്. അല്ലാഹു തആല പരലോകത്തേക്ക് മഹ്ശറിലേക്ക് ഒരുമിച്ച് കൂട്ടുമ്പോ നിസ്കാരം ഒഴിവാക്കിയ ആളുകളുടെ അവരുടെ മുഖം മുഴുവൻ അല്ലാഹു കറുപ്പിച്ചുകൊണ്ടായിരിക്കും ഒരുമിച്ച് കൂട്ടുക എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ തീരാത്ത ശിക്ഷകളാണ് അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഒരിക്കലും തീരാത്ത ശിക്ഷകൾ. ഖബറിൽ നിന്ന് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നതാണല്ലോ. ആ ചോദ്യത്തിന് ഓരോന്നിനും മറുപടി പറയാൻ കഴിയുക മുഅ്മിനീങ്ങളെ അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നിസ്കരിക്കുന്നവർക്ക് മാത്രമാണ്. റബ്ബ് ആരാന്ന് ചോദിക്കുമ്പോൾ അല്ലേ, നിസ്കരിക്കുന്നവനല്ലേ അല്ലാഹു റബ്ബി എന്ന് പറയാൻ പറ്റൂ? അല്ലേ? അപ്രകാരം നിന്റെ റസൂൽ ആരാണെന്ന് ചോദിക്കുമ്പോൾ നിസ്കാരത്തിൽ ആ നബിയോട് സലാം പറഞ്ഞവർക്കല്ലേ, സ്വലാത്ത് ചൊല്ലിയവർക്കല്ലേ നിന്റെ റസൂൽ മുഹമ്മദ് നബിയാന്ന് പറയാൻ പറ്റൂ? നിന്റെ ഖിബ്ല ഏതാണെന്ന് ചോദിക്കുമ്പോ വൽ കഅബത്തു ഖിബ്ലതീ, മുന്നിട്ട് നിസ്കരിച്ചവർക്കല്ലേ അത് പറയാൻ പറ്റൂ? നിന്റെ ഇമാം ഏതാണെന്ന് ചോദിക്കുമ്പോ വൽ ഖുർആനു ഇമാമി, എന്റെ ഇമാം, എന്നെ നയിക്കുന്നത്, എന്റെ എല്ലാം ഖുർആനാണെന്ന് പറയാൻ കഴിയുന്നത് നിരവധി ഓത്തുകൾ, നിരവധി പാരായണങ്ങൾ ആ നിസ്കാരങ്ങളിൽ നിർവഹിച്ചവർക്കല്ലേ സാധ്യമാവുകയുള്ളൂ. അല്ലാഹു തമ്പുരാൻ നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു നമുക്ക് നിസ്കരിക്കുന്നവരിലും ആ നിസ്കാരത്തിലൂടെ അല്ലാഹുവിലേക്ക് അടുക്കുന്നവരിലും അല്ലാഹു തമ്പുരാൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. കുല്ലു നഫ്സിൻ ബിമാ കസബത് റഹീന ഇല്ലാ അസ്ഹാബൽ യമീൻ ഫീ ജന്നാതി യതസാഅലൂന അനിൽ മുജ്രിമീൻ മാ സലകകും ഫീ സഖർ ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ. എന്താ അല്ലാഹ് പറയുന്നത്? കുല്ലു നഫ്സിൻ ബിമാ കസബത് റഹീന, ഓരോ ശരീരവും അവർ ചെയ്ത കുറ്റങ്ങൾ കൊണ്ട് പിടിക്കപ്പെടും. ഞാൻ ചെയ്തതുകൊണ്ട് ഞാൻ പിടിക്കപ്പെടും, നിങ്ങൾ ചെയ്തതുകൊണ്ട് നിങ്ങൾ പിടിക്കപ്പെടും. ഓരോരുത്തരും അവനവന്റെ പാപം ചുമക്കേണ്ടി വരും. അല്ലാഹു തമ്പുരാൻ ചൂണ്ടിക്കാണിക്കുകയാണ്, അങ്ങനെ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഒരു വിഭാഗം അതിലുണ്ടാവുകയില്ല. ഇല്ലാ അസ്ഹാബൽ യമീൻ, വലതുപക്ഷക്കാരായ ആളുകൾ ഒഴികെ. അല്ലാഹു തആല അവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആ വലതുപക്ഷക്കാരെ കുറിച്ച് സൂറത്തുൽ വാഖിയ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. അവരുടെ സ്വഭാവം, അവരുടെ ഇബാദത്ത്, അല്ലാഹു തആലയോട് അവർക്കുള്ള തഖ്വ എല്ലാം. നമ്മളൊക്കെ അതിൻ്റെ അടുത്തല്ല എങ്കിൽ ആ അടുത്തവരുടെ അടുത്തെങ്കിലും പടച്ച റബ്ബ് നമ്മയൊക്കെ എത്തിക്കുമാറാവട്ടെ.
ബഹുമാനപ്പെട്ട സയ്യിദ് അലവി മൗലദ് ദവീല സയ്യിദ് അവറുകളൊക്കെ, ആ വലിയ മഹാന്മാരൊക്കെ ഈ പറഞ്ഞവരോ അല്ലെങ്കിൽ ഇതിന് മുകളിലുള്ള ആളുകളോ ആയിരിക്കും. അസ്ഹാബുൽ യമീനിൻ്റെ മുകളിൽ അസ്ഹാബുൽ മുഖറബൂൻ എന്ന് പറഞ്ഞ വേറൊരു വിഭാഗമുണ്ട്. അള്ളാഹുവിലേക്ക് വളരെ അടുത്ത ആളുകൾ, ഏറ്റവും അടുത്ത ആളുകൾ. മിനൻ നബീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. നബിമാരിൽ നിന്ന്, പ്രവാചകന്മാരിൽ നിന്ന്, സ്വാലിഹീങ്ങളിൽ നിന്ന് അവരിൽപ്പെട്ടവരായിരിക്കും ഇവരൊക്കെ. പടച്ചോൻ നമ്മളൊക്കെ അവരുടെ ഇരുത്തിരുന്നു കൊണ്ട് ഈ ദീന് പറയുന്നത് കൊണ്ട്, വാള് പറയുന്നത് കൊണ്ട്, നല്ലത് ചെയ്യുവാൻ പ്രതിജ്ഞ എടുക്കുന്നത് കൊണ്ട് നമ്മയും അവരുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിപ്പിക്കുമാറാവട്ടെ. വലതുപക്ഷക്കാരൊഴികെ, വലതുപക്ഷക്കാരായ ആളുകളൊഴികെ ഫീ ജന്നാത്ത്, അവര് സ്വർഗത്തിലായിരിക്കും. യതസാഅലൂന അനിൽ മുജ്രിമീൻ. സ്വർഗത്തിൽ നിന്ന് അവർക്ക് എന്താ പണി? ഈ നരകത്ത് കിടന്ന പാപികളായ ആളുകളെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുക. നമ്മളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന VIP ആണല്ലോ അത്, മൂപ്പര് നരകത്തിലാണല്ലോ, ഇതെന്താ പറ്റിയത്, ഇങ്ങനെ ചോദിക്കും. ഏതായാലും അവർ തീരുമാനിക്കും നമുക്കെല്ലാവർക്കും അവരുടെ കൂടെ ഒന്ന് പോയിട്ട് നമുക്കൊന്ന് ചോദിച്ചാലോ. അങ്ങനെ അവർ ചൊല്ലും, അവരോട് ചോദിക്കും, മാ സലകകും ഫീ സഖർ, നിങ്ങൾ എന്തേ സഖർ എന്ന നരകത്തിൽ കിടക്കുന്നു, നിങ്ങൾ എന്തേ ഈ നരകത്തിൽ കിടക്കുന്നു? അതിനവർ പറയുന്ന മറുപടി, ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിച്ചിരുന്നില്ലട്ടോ, ഞങ്ങളെല്ലാം നല്ലത് ചെയ്തിരുന്നപ്പോഴും ഞങ്ങൾ നിസ്കരിച്ചിരുന്നില്ല, ഞങ്ങൾ പാവങ്ങൾക്ക് ഭക്ഷണം നൽകിയിരുന്നില്ല. വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ, ദുർമാർഗികളായ ആളുകൾ തെറ്റുകളും കുറ്റങ്ങളും ചെയ്യാൻ മടിക്കാതിരിക്കുമ്പോ അതിൽ ഞങ്ങളും കൂടെ അവരോട് കൂടെ ചേർന്നിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങളും നരകാഗ്നിയിൽ കിടന്നത് എന്ന്. നിസ്കരിക്കാതെ സഖർ എന്ന നരകത്തിൽ കിടന്നവർ നല്ല ആളുകളോട് മറുപടി പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ. നമ്മൾ പറഞ്ഞതും നമ്മൾ കേട്ടതുമൊക്കെ അല്ലാഹു തആല ഒരു സാലിഹായ അമലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ ആ വിഷയം അവിടെ അവസാനിപ്പിക്കുകയാണ്.